ഇവനാണ് ബായ്. അച്ഛാ, അച്ഛന്റെ കണ്ണാണെങ്കിൽ സത്യം, അവന്റെ കണ്ണ് ഞാൻ അടച്ചിരിക്കും. ഈ പ്രിസ്ക്രിപ്ഷന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ പോസ്റ്റർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഐ ഡോക്ടർ, എന്റെ അമ്മോ, ഡോക്ടർ ഇപ്പൊ ബന്ധുവായോ? എന്റെ മോന്റെ അമ്മായിയപ്പാ. എന്റെ ഈശ്വര, ലവൻ ഇവന്റെ മോനാണോ? മോന്റെ അമ്മായിയപ്പാ. അങ്ങനെ എന്നെ വിളിക്കരുത്, ഡോക്ടർ എന്ന് വിളിച്ചാൽ മതി. ഒരുത്തനെ കോടാനുകോടി സ്വത്തുണ്ടായിട്ടും ഒരേ ഒരു എക്സ്ട്രാ ഫിംഗർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ബന്ധം ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോ 2 ബ്രെയിൻ ഉള്ളവന് മാത്രം ഞാൻ എങ്ങനെ എന്റെ മോളെ കെട്ടിക്കും? ഡോക്ടറെ, പരമശിവന് 3 കണ്ണുകളാ, ബ്രഹ്മദേവന് 4 തലകളാ, ദേവിക്ക് 8 കരങ്ങൾ. ദൈവങ്ങൾക്കൊക്കെ അങ്ങനെ ഉള്ളപ്പോ മനുഷ്യന്മാരെ പറ്റി എന്തു പറയാനാ? ജീസസ്! ആദ്യം നിങ്ങൾ ഒന്നും കൂടി തിരിഞ്ഞ്, നിങ്ങൾ 2 പേര് വെച്ചുകൊണ്ട് 2 സ്ത്രീധനം എനിക്ക് ആവശ്യമില്ല. ഒരു സ്ത്രീധനം തന്നാ മതി. യോ, എന്റെ പ്രശ്നം ഇവിടെ ശ്രീധരമല്ല, ബ്രെയിൻ ആണ്. നിന്റെ മോനെ കെട്ടിയാലേ ബ്രെയിൻ പ്രോബ്ലം. അങ്ങനെയുള്ള പ്രശ്നമൊന്നും നിങ്ങൾക്ക് വരില്ല സാറേ. അയ്യോ, വരില്ല സാർ. കാരണം അഭിയാണ് നിങ്ങളുടെ മകളെ പ്രേമിച്ചത്. അതെ. രാം എന്ന പേരുള്ളവ ആരെയും പ്രേമിച്ചില്ലല്ലോ. ഇതിലെന്താ പ്രശ്നം? ഇതാരാ? ദൈവമേ, എടോ, കണ്ണിന്റെ മുമ്പിൽ വെച്ച് ഈ കളിയൊക്കെ കളിക്കുമ്പോഴാണോ പ്രോബ്ലം തീർന്നെന്ന് പറയുന്നത്? അവന് 2 ബ്രെയിൻ ഉള്ളത് കൊണ്ടാണ് ഒരു ബ്രെയിൻ എന്റെ മോളെ പ്രേമിച്ചതും മറ്റേ ബ്രെയിൻ അവളെ പ്രേമിക്കുന്നതും. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ടിക്കറ്റിൽ 2 ഷോ കാണുന്നവനാണവൻ. എനിക്ക് ഒരു ടിക്കറ്റിന് 1 ഷോ മതി. ഐ റിജക്റ്റഡ്. രാം ഗോപാൽ വർമ്മ തിരുപ്പതിയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. കേൾക്കുന്നതൊക്കെ വിവേകാനന്ദന്റെ ഉപദേശങ്ങള്, പക്ഷെ നുഴഞ്ഞു കയറുന്നത്